പരിശുദ്ധമായ പരിപാവനമായ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് ഇതാ വരാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ബറാഅത്ത് രാവിൻ്റെ മുഴുവൻ പുണ്യങ്ങളും കിട്ടാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ബറാഅത്ത് രാവിൻ്റെ ഒരു നന്മയും കിട്ടാത്ത, അവരെന്ത് ചെയ്താലും, എന്ത് നിസ്കരിച്ചാലും, നോമ്പ് പിടിച്ചാലും, ദുആ ചെയ്താലും അള്ളാഹു ആ ഭാഗത്തേക്ക് മൈൻഡ് പോലും ചെയ്യില്ല 10 വിഭാഗം ആളുകൾ. ആരാണ് ഈ 10 വിഭാഗം ഹതഭാഗ്യർ? ആ 10 വിഭാഗം ഹതഭാഗ്യർ ഓരോരുത്തരെയും നമുക്ക് എണ്ണി എണ്ണി പഠിച്ച് അതിലെങ്ങാനും നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം. ആ 10 വിഭാഗം ഹതഭാഗ്യന്മാരിൽ പെട്ടുപോയാൽ നമുക്ക് ദുന്യാവും നഷ്ടമാണ്, ആഖിറവും നഷ്ടമാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ ബറാഅത്തിൻ്റെ പുണ്യം കിട്ടാത്ത ഹതഭാഗ്യന്മാർ? അവരെ പഠിക്കുന്നതോടൊപ്പം തന്നെ ബറാഅത്ത് രാവിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടിയെടുക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അദാബിനെയും അള്ളാഹുവിൻ്റെ ശിക്ഷയെയും അതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ മഹത്തുക്കൾ പഠിപ്പിച്ച പുണ്യമായ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു വരിയുള്ള ഒരു ദുആയുണ്ട്. ആ ദുആ ഇൻഷാ അല്ലാഹ് ഇന്നു മുതലേ നമ്മൾ പതിവാക്കണം. അപ്പോൾ ഏതാണ് ആ ദുആ, അതിൻ്റെ അർത്ഥം എന്താണ്, അതെപ്പോഴാണ് പറയേണ്ടത് എന്നും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വിശദമായി പഠിക്കാം. ഈ ക്ലാസ് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ പരിപാവനമായ ഈ ശഅബാൻ മാസത്തിൽ നമുക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ, ഉസ്താദെ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് രോഗങ്ങളാണ്, ഞങ്ങൾക്ക് മനസ്സിൽ ഒരുപാട് വിഷമങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവൻ എല്ലാവരുടെയും മനസ്സറിയുന്നവനാണ്. ആർക്കെല്ലാം എന്തെല്ലാം ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല പരിപാവനമായ ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മളിലേക്ക് വരാനിരിക്കുന്ന പുണ്യമായ ബറാഅത്ത് രാവിൻ്റെയൊക്കെ പുണ്യം കൊണ്ട് അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ, ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നലത്തെ ക്ലാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? പുണ്യമായ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് വരികയാണ്. ആ ബറാഅത്ത് രാവിന് എങ്ങനെയൊക്കെയാണ് ഒരുങ്ങേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇപ്പോഴേ നമ്മൾ ഒരുക്കി വെക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നലത്തെ വീഡിയോ കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ബറാഅത്ത് രാവ് 2025 ഈ വർഷത്തെ ബറാഅത്ത് രാവ് എന്നാണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അതായത് 2025 ഈ വർഷത്തെ ബറാഅത്ത് രാവ് ഈ വരുന്ന 14-ാം തീയതി, അതായത് ഫെബ്രുവരി 14-ാം തീയതി വെള്ളിയാഴ്ച മഗ്രിബോടുകൂടി നമ്മൾ പരിപാവനമായ ബറാഅത്ത് രാവിലേക്ക് കടക്കുകയാണ്. ബറാഅത്ത് ദിനം ശഅബാൻ 15 എന്നാണ്. ഫെബ്രുവരി 15-ാം തീയതി ശനിയാഴ്ചയാണ് ശഅബാൻ 15, അതായത് ബറാഅത്തിൻ്റെ സുന്ദരമായ നോമ്പ് നമ്മൾ പിടിക്കുന്ന ദിനം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ദിനങ്ങളിൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും അതിൻ്റെ പ്രതിഫലങ്ങളും എല്ലാം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പറഞ്ഞിട്ടുള്ള മുഴുവൻ പുണ്യങ്ങളും മുഴുവൻ മഹത്വങ്ങളും മുഴുവൻ പ്രതിഫലങ്ങളും നമുക്കെല്ലാവർക്കും വേണം. അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എന്നാൽ ശ്രദ്ധിക്കണേ, 10 വിഭാഗം ആളുകൾ, 10 വിഭാഗം ആളുകൾക്ക് ഈ പറയപ്പെടുന്ന ബറാഅത്ത് രാവിൻ്റെ ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല, ഒരു നന്മയും കിട്ടൂല. അവർ ഹതഭാഗ്യന്മാരാണ്, ഭാഗ്യം കെട്ടവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസിൽ പറയുന്ന 4 കൂട്ടം ആളുകളുണ്ട്. അവർക്ക് ബറാഅത്ത് രാവിൻ്റെ പുണ്യവും കിട്ടൂല, അതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യവും കിട്ടൂല, ഒരു നന്മയും ചെയ്ത പ്രതിഫലം അവർക്ക് കിട്ടൂല. അവരൊരുപാട് നന്മ ചെയ്യും, പക്ഷേ ഈ ഒരു 4 വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു 10 വിഭാഗത്തിൽ പെട്ടതായതുകൊണ്ട് അവർക്ക് അവർ ചെയ്യുന്ന ഇബാദത്തുകൾക്കൊരു പുണ്യമില്ല, വെറുതെ ഇബാദത്ത് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആ 10 വിഭാഗം ആളുകളെ എണ്ണി എണ്ണി പറയാൻ പോവുകയാണ്. അത് ഓരോന്നും പറയുമ്പോൾ പടച്ചോനെ ഈ സ്വഭാവം എനിക്കുള്ളതാണല്ലോ എന്ന് മനസ്സിലായാൽ ഇന്ന് തന്നെ ആ സ്വഭാവത്തിൽ നിന്നും നമ്മൾ മാറേണ്ടതുണ്ട്. ഒന്നാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു,
അല്ലേ? എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന, ഒരുപാട് നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്ന, പുണ്യങ്ങൾ വാരിക്കോരി ചൊരിയപ്പെടുന്ന, ഭൂമിയിലെ മലക്കുകളാൽ നിറക്കപ്പെടുന്ന, ഒരുപാട് നന്മകളുടെ കേദാരമാകുന്ന പുണ്യമായ ബറാഅത്ത് രാവിൻ്റെ പുണ്യം ഒട്ടും കിട്ടാത്ത ആളുകൾ, ഒന്നുപോലും കിട്ടാത്ത ഹതഭാഗ്യന്മാർ. അതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തആല, യഗ്ഫിറു, അല്ലാഹു തആല പുറത്തു കൊടുക്കും, ലി ജമീഇൽ മുസ്ലിമീന, എല്ലാ മുസ്ലിമീങ്ങൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഫീ തിൽക്കൽ ലൈല, ആ പുണ്യമായ രാവിൽ. പക്ഷേ 4 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കൂല. ഈ പറയുന്ന ഹദീസ് റൂഹുൽ ബയാനിൽ മഹത്തുക്കൾ രേഖപ്പെടുത്തിയതാണ്. മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കുമ്പോ ചില ആളുകൾ, ചില ഹതഭാഗ്യന്മാർ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. അവർക്ക് ലൈലത്തുൽ ഖദറിന്റെ പുണ്യവുമില്ല, അവർക്ക് ബറാഅത്ത് രാവിന്റെ പുണ്യവുമില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലാണ് ഞാനും നിങ്ങളും പെട്ടുപോയിട്ടുള്ളതെങ്കിൽ ഇന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ആ സ്വഭാവം നമ്മൾ മാറ്റണേ. ഒന്നാമതായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിച്ചവര്, മാതാപിതാക്കളുടെ ശാപം വാങ്ങിയവര്, അവരെ തെറി പറഞ്ഞവര്, ഉമ്മയെയും വാപ്പയെയും മാറ്റി നിർത്തുന്നവര്, ഭാര്യയുടെ വർത്തമാനം കേട്ടിട്ട് ഉമ്മാനെയും വാപ്പാനെയും തള്ളിപ്പറഞ്ഞവർ, അവരാരാണെങ്കിലും, അവരെത്ര വലിയ ഹോജയാണെങ്കിലും, എത്ര വലിയ ഉസ്താദാണെങ്കിലും, എത്ര വലിയ പദവിയുള്ളവരാണെങ്കിലും, അവരുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ല. ഉമ്മാനെ ഉമ്മയായി കാണാനും വാപ്പാനെ വാപ്പയായി കാണാനുമുള്ള ബാധ്യത മക്കളായ നമുക്കുണ്ടേ. ചിലപ്പോൾ ഉമ്മ നമ്മളോട് മോശപ്പെട്ട സംസാരം സംസാരിക്കാം, വാപ്പ നമ്മളെ ചിലപ്പോൾ തെറി പറയാം, അല്ലെങ്കിൽ വാപ്പ നമ്മളോട് അനീതി കാണിക്കാം, ഉമ്മ നമ്മളോട് അനീതി കാണിക്കാം. അത് അവരും പടച്ചോറും തമ്മിലാണ് തീർക്കേണ്ടത്, നമ്മൾ അവരോട് പകരം ചോദിക്കാൻ വേണ്ട. അതുകൊണ്ട് വാപ്പയും ഉമ്മയും, നമ്മുടെ വാപ്പയാണ് ഉമ്മയാൻ, നമുക്ക് ജന്മം തന്നവരാൻ, നമ്മളെ ചെറുപ്രായത്തിൽ ഒരുപാട് നോക്കിയവരാണ്, ചെറുപ്രായത്തിൽ അവർ നമ്മളോട് കരുണ കാണിച്ചവരാണ്. ചെറുപ്രായത്തിൽ നമ്മളോട് കരുണ കാണിക്കാതിരുന്നെങ്കിൽ ഞാനും നിങ്ങളും പലപ്പോഴും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അല്ലേ? നമ്മൾ ഉമ്മ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ഉമ്മയുടെ നെയ്റ്റിയിലോ അല്ലെങ്കിൽ ഉമ്മയുടെ സാരിയിലോ ഉമ്മയുടെ പർദ്ദയിലോ നമ്മൾ മൂത്രമൊഴിച്ചിട്ടുണ്ടാകും. അല്ലേ? നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ടാകും. ആ സമയത്തോ ഈ കുരുത്തം കെട്ട ചെറുക്കൻ എന്ന് പറഞ്ഞ് നമ്മളെ വലിച്ചെറിഞ്ഞാലോ, അല്ലെങ്കിൽ ബക്കറ്റിലേക്ക് ഇട്ടാലോ, അല്ലേ? അത് നമ്മുടെ മൂക്ക് പിടിച്ചാലോ, മൂക്ക് പിടിച്ചൊന്ന് അമുക്കിയാലോ നമ്മൾ മരിച്ചു പോകാവുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഇവൻ്റെ ഒരു കാര്യം, അല്ലേ, തക്കുടു വാവ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒന്ന് പുഞ്ഞാരിപ്പിച്ചിട്ട് അവരവരുടെ വസ്ത്രം ശുദ്ധിയാക്കും, നമ്മളെയും ശുദ്ധിയാക്കും. അന്നെങ്ങാനും നമ്മളോട് കരുണ കാണിക്കാതിരുന്നെങ്കിൽ നമ്മളിന്നുണ്ടാവോ? ഇല്ല. അപ്പോൾ അവർ നമ്മളെ ഒരുപാട് കരുണ കാണിച്ചാണ് വളർത്തിയത്. അതല്ലേ ആ ദുആഇന്റെ അർത്ഥം? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും അവർക്ക് നീ കരുണ ചെയ്യണേ, ചെറുപ്രായത്തിൽ അവർ എനിക്ക് കരുണ ചെയ്തതുപോലെ. അതുകൊണ്ട് എൻ്റെ മുത്തുമുഅ്മിനീങ്ങളോട് പറയട്ടെ, നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരോട് മാന്യമായി പെരുമാറണേ. അവരുടെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അത് ബറാഅത്ത് രാവിൻ്റെ എന്നല്ല, ഏത് ദിവസം ചെയ്താലും നമ്മുടെ വാപ്പാടെ ഉമ്മാടെ പൊരുത്തമുണ്ടെങ്കിൽ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കും. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മയും വാപ്പയും നിങ്ങളുടെ സ്വന്തം ഉമ്മയും വാപ്പയുമാൻ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഉമ്മയും വാപ്പയും നിങ്ങളുടെ സ്വന്തം ഉമ്മയും വാപ്പയുമാൻ. എല്ലാവരോടും കരുണയുണ്ട്, കടപ്പാടുണ്ട്. അല്ലെ? ഉമ്മാനോട് വാപ്പാനോട് മോശമായി പെരുമാറുന്ന മക്കളെ 3 ശിക്ഷകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒന്നാമത്തേത് മോശമായ മരണമാണ്. രണ്ടാമത്തേത് ആയുസ് ചുരുങ്ങിപ്പോകുന്നതാണ്. മൂന്നാമത്തേത് നിങ്ങളുടെ കച്ചവടം ബിസിനസ് ഒന്നും ബറക്കത്തുണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങളെ ഇടങ്ങേറാക്കുന്ന മക്കളെയും പടച്ചവൻ തരുന്നതാണ്. കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ അവർ മരണപ്പെട്ടവരാണെങ്കിൽ അവർ സിയാറത്ത് ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട്. അവർക്ക് വേണ്ടി ദുആരക്കേണ്ട ബാധ്യത മക്കളായി നമുക്കുണ്ട്. ജീവിച്ചിരിക്കുന്ന ഉമ്മയാണെങ്കിൽ വാപ്പയാണെങ്കിൽ ചിലപ്പോൾ അനിയൻ്റെ കൂടെയായിരിക്കും ഉമ്മയുള്ളത്, അല്ലെങ്കിൽ പെങ്ങളുടെ കൂടെയായിരിക്കാം ഉമ്മയുള്ളത്, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ കൂടെ ആയിരിക്കാം ഉമ്മയുള്ളത്. ഉമ്മാനെ പോയി കാണണേ, വാപ്പാനെ പോയി കാണണേ, അവിടെ ചെല്ലണേ, അവരുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കണേ, അവർക്ക് ഹദിയകൾ കൊടുക്കണേ, അവർക്ക് മരുന്ന് വാങ്ങി കൊടുക്കണേ, അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കൊടുക്കണേ, അവരോട് കളിച്ചിരി തമാശകൾ പറയണേ, അവർക്ക് വേണ്ടി ദുആരക്കണേ, അവരെ കൊണ്ട് നീയും ദുആരപ്പിക്കണേ. കേട്ടോ? ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ആഖിറം രക്ഷപ്പെടും. ഇനി ഉമ്മാനോടും വാപ്പാനോടും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയട്ടെ,
മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്ന ഒരു ദുആയുണ്ട്. ഖുർആനിൽ അല്ലാഹ് പറയുന്നു, റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. റബ്ബിർഹം, അല്ലാഹുവേ റബ്ബിർഹം, അതായത് പടച്ചവനെ ചെറുപ്രായത്തിൽ എൻ്റെ ഉമ്മയും വാപ്പയും എന്നെ എന്നോട് കരുണ കാണിച്ചതുപോലെ നീ ഇവർക്ക് കരുണ കാണിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം, ആ ദുആയിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ദുആക്ക് നമ്മൾ അർഹരാകണമെങ്കിൽ നമ്മുടെ മക്കളോട് നമ്മൾ കരുണയുള്ളവരായി മാറണം. പലപ്പോഴും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. എത്രയോ കുടുംബങ്ങളിലാണ് വാപ്പ ഭയങ്കര ദേഷ്യക്കാരനാണ്, ഉമ്മ ഭയങ്കര വാശിക്കാരിയാണ്, മക്കളിട്ട് എടങ്ങേറാക്കുകയാണ്. അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട്. മക്കൾക്കിടയിൽ വിവേചനം വന്ന് സ്വന്തം മകനാണ് അല്ലെങ്കിൽ മകളാണെന്നുള്ളൊരു ചിന്തയില്ലാതെ മക്കളിട്ട് എടങ്ങേറാക്കുന്ന, അവസാനം മക്കൾ ഉമ്മയുടെ ഇടങ്ങേറ് കൊണ്ട് മാറി താമസിക്കുന്നു. ഉമ്മ വയസ്സായി, ഇപ്പം സാധാരണ പറയാറുണ്ടല്ലോ, കബറ് കാലിലേക്ക് നീട്ടിയിരിക്കുകയാണെന്ന്. ഇപ്പം മരിക്കും, ഇന്ന് മരിക്കും എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ എന്നാലും മക്കൾക്ക് അവരുടെ അനന്തര സ്വത്ത് വീതിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അവർക്ക് വേണ്ട സംവിധാനം, അതായത് അവർക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് ഈ അനന്തര സ്വത്തുണ്ടല്ലോ, ആ ഒരു വിഷയത്തിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ മക്കളെ കെട്ടിക്കുമ്പോൾ ആ പൈസ അല്ലെങ്കിൽ ഈ പൈസ, അവിടെ സ്ഥലമുണ്ട് ഇവിടെ സ്ഥലമുണ്ട്, അതൊക്കെ ന്യായമായ നിലയിൽ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ എല്ലാവർക്കും വേണ്ട രൂപത്തിൽ അതൊക്കെ എഴുതി കൊടുത്ത് ഒരു സമാധാനപൂർവമായ ജീവിതം നയിക്കേണ്ട സമയത്ത് ഫിത്നയും ഫസാദും കുശുമ്പും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അങ്ങനെ വരുമ്പോൾ മക്കൾ നമ്മൾ ഇടങ്ങേറാക്കും. അപ്പം അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുക, മക്കളെ നമ്മൾ സ്നേഹിക്കുക. ഈ ഒരു 2 പ്രവൃത്തി ഇല്ല എങ്കിൽ നമ്മുടെ ബറാഅത്ത് രാവ് അള്ളാഹ്ക്ക് വേണ്ട, നമ്മുടെ ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ട. ഇനി രണ്ടാമത്തെ വിഭാഗം ഷാരിബുൽ ഖംർ, കള്ളുകുടിയന്മാരാൻ, ലഹരി ഉപയോഗിക്കുന്നവരാണ്, കഞ്ചാവ് വലിക്കുന്നവരാണ്. അതല്ലേ ഇന്നിപ്പോൾ കഞ്ചാവും മയക്കുമരുന്നൊക്കെ മാറി ഇന്നിപ്പോൾ പല രൂപത്തിലാണ്, പല കോലത്തിലാണ്. സ്റ്റാമ്പിൻ്റെ രൂപത്തിൽ, ചിലപ്പോൾ ചില തുള്ളികൾ മൂക്കിലും വായിലും കണ്ണിലൊക്കെ ഉറ്റിക്കും. ചിലപ്പോൾ നമ്മളോർക്കും കണ്ണുവേദനയായിട്ടാണ്, അല്ലെങ്കിൽ മൂക്കിൻ്റെ ജലദോഷമായിട്ട് മൂക്കിൽ മരുന്നൊഴിക്കുന്നത്, അല്ല, ചെവിയിൽ മരുന്നൊഴിക്കും. എന്താണത്? ലഹരിയാണ്. അതുപോലെ തന്നെ പിന്നെന്താണ്? ഗുളികകൾ, ചില ഗുളിക കഴിക്കും, അതിങ്ങനെ വയറ്റിൽ ചെന്നിട്ട് വല്ലാത്ത ലഹരി അവർക്ക് കിട്ടുന്നു. ചുണ്ടിൻ്റെ അടിയിലും ചെറിയ മുറിവുണ്ടാക്കി, അല്ലെങ്കിൽ കയ്യിൻ്റെ ഇടയിൽ ചെറിയ മുറിവുണ്ടാക്കി അവിടെ ഒരു സ്റ്റാമ്പ് ഒട്ടിക്കുന്നു. അങ്ങനെ എത്രയോ ലഹരി മരുന്നുകൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവരെ, കള്ളുകുടിയനായ മകൻ അല്ലെങ്കിൽ കള്ളുകുടിയനായ ഭർത്താവ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ബറക്കത്തില്ല. ഇത് പറയുമ്പോൾ എൻ്റെ ഉമ്മമാരൊന്നും സങ്കടപ്പെടരുത്. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. അള്ളാഹിൻ്റെ ഹബീബ പറഞ്ഞത്, ഒരു വീട്ടിൽ ഒരു കള്ളുകുടിയനുണ്ടെങ്കിൽ, ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അള്ളാഹിൻ്റെ ബറക്കത്തില്ല, അള്ളാഹിൻ്റെ ശാപമുണ്ടാകും. എത്രയോ ഉമ്മമാരാണ് കരഞ്ഞു പറഞ്ഞിട്ടുള്ളത്, ഉസ്താദെ എൻ്റെ ഭർത്താവ് കള്ളുകുടിയനാണ്, ഉസ്താദെ എൻ്റെ മകൻ കള്ളുകുടിയനാണ്, അവനെ പേടിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഉമ്മമാരെ, നിങ്ങൾ ഇതിൽ നിന്നും ഒഴിവാണ്. കാരണം നിങ്ങൾ പെട്ടുപോയ അവസ്ഥയല്ലേ. അള്ളാഹു നിങ്ങൾക്ക് സമാധാനം തരട്ടെ. നമ്മുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവങ്ങൾ അള്ളാഹു നന്നാക്കി തരട്ടെ. ആരെങ്കിലും ഈ കള്ളുകുടിക്ക് ഇതുപോലെ കഞ്ചാവിന് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ശൈത്താന്റെ ഷർറിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ശൈത്താന്റെ ഷർറ് കൊണ്ടാണല്ലോ അവർ കള്ളു കുടിക്കുന്നതും, പിശാചിന്റെ ദുർബോധനം കൊണ്ടാണ് മക്കൾ കഞ്ചാവ് വലിക്കുന്നതും. അള്ളാഹു ആ ഒരു ശൈത്താന്റെ ഷർറിനെ തൊട്ട് കാത്ത് അവരെയും നമ്മളെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഒന്നാമതായി മാതാപിതാക്കളെ ഇടങ്ങേറാക്കുന്നവരെ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ നിങ്ങൾക്ക് അള്ളാഹു തആല ബറാഅത്തിന്റെ പുണ്യം തരൂല. മൂന്നാമതായി പിണങ്ങി കഴിയുന്നവരെ, കാത്തിഉർറഹം, കുടുംബബന്ധം മുറിച്ചവരെ, ഉമ്മയോട്, വാപ്പയോട്, സഹോദരിയോട്, സഹോദരനോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അനുജനോട്, ജ്യേഷ്ഠനോട്, അയൽവാസിയോട്, കുടുംബക്കാരോട്, കൂട്ടുകാരോട്, നാട്ടുകാരോട്, എല്ലാവരോടും പിണക്കം വേണ്ട. പിണക്കമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കില്ല. പരസ്പരം കാണുമ്പോൾ സലാം പറയണേ, ചിരിക്കണേ, പുഞ്ചിരിക്കണേ, അല്ലേ? കുടുംബബന്ധം അതിനെ അള്ളാഹു താല സൃഷ്ടിച്ചു കഴിഞ്ഞു. അതിനെ അള്ളാഹു താല സൃഷ്ടിച്ചിട്ട് കുടുംബബന്ധത്തോട് അള്ളാഹ് പറഞ്ഞു എന്നാണ്, എന്ത്? നീ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ആ സമയത്ത് കുടുംബബന്ധം പറഞ്ഞു, പടച്ചോനെ ഞാൻ ഭൂമിയിലേക്ക് പോവാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത്? ഞാൻ കുടുംബബന്ധമാണ്, എന്നെ ചേർക്കുന്നവരെ നീ സ്വർഗത്തിൽ കടത്തണം, എന്നെ മുറിക്കുന്നവരെ നീ നരകത്തിൽ പ്രവേശിപ്പിക്കണം. ഈ ഒരു കരാറിൽ നീ ഒപ്പിട്ടാൽ, അള്ളാഹിനോട് കുടുംബബന്ധം പറഞ്ഞാൽ ഈ ഒരു കരാറ് നീ അംഗീകരിച്ചാൽ ഞാൻ ഭൂമിയിലേക്ക് പോവാം. അള്ളാഹു അംഗീകരിച്ചു. കുടുംബബന്ധത്തെ മുറിക്കുന്നവർ, മക്കളോട്, മരുമക്കളോട്, ഉമ്മയോട്, വാപ്പയോട്, ജ്യേഷ്ഠനോട്, അനുജനോട് പിണങ്ങുന്നവർ, അവർക്ക് നരകമാണ്. അള്ളാഹു ഒപ്പിട്ടതാണ്.
അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരെ, ആ കുടുംബ ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുന്നവർക്ക് സ്വർഗമുണ്ട്, അള്ളാഹു ഒപ്പുവെച്ചതാണ്. അപ്പം അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പരസ്പരം പിണങ്ങി കഴിയുന്നവരെ നിങ്ങളുടെ ഒരു അമലും അള്ളാഹ്ക്ക് വേണ്ട. നാലാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മാം എന്ന് പറഞ്ഞാൽ നമീമത്ത് പറയുന്നവൻ, ഏഷണി പറയുന്നവൻ, പരദൂഷണം പറയുന്നവൻ. ഇവിടെയുള്ള കാര്യം അവിടെ പോയി പറയും, അവിടെയുള്ള കാര്യം ഇവിടെ വന്ന് പറയും. പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന സ്വഭാവം അത് വേണ്ട. മറ്റുള്ളവരുടെ കുറ്റവും കുറവും അന്വേഷിച്ച് നടക്കുന്നവർ അത് വേണ്ട. മനസ്സിൽ അസൂയയുള്ളവരെ, കുശുമ്പുള്ളവരെ, അല്ലേ, അസൂയ കുശുമ്പ്, അവനിക്ക് മാത്രമേ ഉള്ളൂ, എനിക്കില്ല, അത് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരാൾ കാർ എടുത്തു, അല്ലെങ്കിൽ നല്ലൊരു വീട് പണിതു, അവനിക്ക് നല്ല വീട്, എനിക്ക് ചെറിയ വീട്, അവനിക്ക് കാറുണ്ട്, എനിക്ക് ബൈക്കേ ഉള്ളൂ. അങ്ങനെ ഒരു സ്വാഭാവികമാണ്, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുക. ആ ചിന്തക്കല്ല അസൂയ എന്ന് പറഞ്ഞത്. അവനിക്കുള്ള കാറ്, അവനിക്കുള്ള ബൈക്ക്, അവനിക്കുള്ള വീട് അത് നശിച്ചു പോകണം, എന്നിട്ട് എനിക്ക് മാത്രം ഉണ്ടാവണം. അതാണ് മനസ്സിൻ്റെ അസൂയ എന്ന് പറഞ്ഞാൽ. അതുണ്ടാവാൻ പാടില്ല. അവനിക്കുള്ള വീട് പോലെ എനിക്കും വീടുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് അസൂയല്ല, അതൊരു ആഗ്രഹമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല സഫലീകരിച്ച് തരുമാറാവട്ടെ. മറ്റുള്ളവരെ ഇടങ്ങേറാക്കുന്ന, കുറ്റം പറയുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ട് അതിങ്ങനെ നോക്കി നടക്കുന്ന ആളുകൾ, അവരുടെ ഇബാദത്തൊന്നും അല്ലാഹു സ്വീകരിക്കില്ല. വെറുതെ തലകുത്തി മറിഞ്ഞ് നിസ്കരിക്കുന്നതാണെന്ന് മാത്രം. അഞ്ചാമത്തെ വിവാഹം കാഹിൻ, ജോത്സ്യപ്പണി നിർത്തുന്നവരെ നിങ്ങൾ ആ പണി നിർത്തണേ, എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കൂ. ആറാമത്തേത് സാഹിർ, സിഹർ വെക്കുന്നവർ. എത്രയോ കഷ്ടമാണ്, എത്രയോ കുടുംബങ്ങളാണ്, ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി കഴിയുന്നു, മക്കൾക്ക് രോഗമാണ്, പലർക്കും പല പ്രയാസങ്ങളാണ്, സങ്കടങ്ങളാണ്. എന്തേ കാരണം? മൂത്തുമ്മ, അല്ലെങ്കിൽ എളീമ്മ, അല്ലെങ്കിൽ അമ്മായി, അല്ലെങ്കിൽ അമ്മോശൻ, അവർ എന്താണ് ചെയ്യുന്നത്? സിഹർ വെക്കുന്നു. ക്ഷേത്രങ്ങളിൽ പോയി, അമ്പലങ്ങളിൽ പോയി പൂജാരിയെ കണ്ടിട്ട് സിഹർ ചെയ്യിപ്പിക്കുന്ന പരിപാടി എത്രയോ സ്ഥലങ്ങളിൽ നടക്കുന്നു. എത്രയോ ആളുകൾ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദ് എനിക്ക് സിഹർ ഏറ്റതാണ്, ആരാണ് സിഹർ ചെയ്തതെന്ന് എനിക്കറിയാം. അവിടെ ഇവിടെയൊക്കെ പാവയും അതുപോലെ തന്നെ കുറച്ച് തുണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ മൂടി കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇത് എന്ത് നേട്ടമാണുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഒരു സിഹർ വെച്ചതുകൊണ്ട് നമുക്കെന്ത് പുണ്യം കിട്ടും? നമുക്കെന്ത് നേട്ടമാണ്? മറ്റുള്ളവരുടെ കണ്ണീര് കാണും എന്നതല്ലാതെ എന്താണോ നേട്ടം? അത് കണ്ണീര് കാണുന്നത് പുണ്യമാണോ? വൻ പാപമാണ്, സബുൽ മൂബിക്കാത്താണ്. സിഹർ ചെയ്യുന്നവരെ, സിഹർ ചെയ്യാൻ, മറ്റുള്ളവരുടെ നാശം കാണാൻ വേണ്ടി ആണാവട്ടെ പെണ്ണാവട്ടെ മറ്റുള്ള സാഹിര്യങ്ങളുടെ അടുക്കൽ പോയിട്ട് സിഹർ വെക്കുന്നവരെ നിങ്ങൾക്ക് നാശമാണ്, ദുന്യാവിന് നാശമാണ്, ആഖിറത്തിന് നാശം, അള്ളാഹു നരകത്തിലിട്ട് ചുട്ടെടുക്കുമെന്നാണ്. എത്രയോ സിഹർ വെക്കുന്നവരുണ്ട്. എന്ത് നേട്ടമാണ്? വീടുകളുടെ പുറകിൽ പോയിട്ട് കുറേ സാധനം കുഴിച്ചിടുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. സിഹർ വെക്കുന്നവർ, സിഹർ ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും രണ്ടും പെട്ടുപോകും. വല്ലാത്ത പെടാപ്പാട് വിടും. അള്ളാഹു പെടിപ്പിച്ചിട്ട്, അള്ളാഹു താല മുട്ടുമടക്കിച്ച്, അള്ളാഹു താല ഇല്ലാതാക്കിയിട്ട് നിങ്ങളെയൊക്കെ ഈ ലോകത്തിൽ നിന്നും മരിപ്പിക്കുള്ളൂ. പാവങ്ങളായ എത്രയോ ആളുകൾ സിഹറിൻ്റെ ആ ഒരു ബാധ ഏറ്റിട്ട്, സിഹർ ഏറ്റിട്ട് എത്രയോ കഷ്ടപ്പെടുന്നു. എത്രയോ ആളുകൾ വന്നിട്ട് സങ്കടം പറയുന്നു. എത്രയോ ആളുകൾക്ക് രോഗം മാറി മാറി വരുന്നു. ഇത് പറയുമ്പോൾ ഇത് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ സെഹറിനെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കും. എല്ലാ സെഹർ, ബല, മുസീബത്ത്, കണ്ണേറുകൾ തൊട്ട് അള്ളാഹു നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. അതുപോലെ ഏഴാമത്തെ വിഭാഗം ശത്രുതയുള്ളവരാണ്. മറ്റുള്ളവരോട് കുശുമ്പും കുഞ്ഞായ്മയും അസൂയം ദേഷ്യം വെക്കുന്നവരെ നിങ്ങളുടെ അമൽ അള്ളാഹു സ്വീകരിക്കില്ല. എട്ടാമത്തേത് ആത്മഹത്യ ചെയ്യുന്നവർ, അല്ലേ, വിഷം കുടിച്ച് ട്രെയിനിൽ തലവെച്ച് തൂങ്ങി മരിച്ച് നരമ്പ് മുറിച്ച് വെള്ളത്തിൽ ചാടി ഒക്കെ മരണപ്പെടുന്നവരുണ്ടാകും. ചിലപ്പോൾ ആ സമയത്തുള്ള ബുദ്ധി മറിഞ്ഞിട്ടായിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നത്. ഒരു മുഅ്മിനും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെയ്താൽ നമ്മുടെ അമൽ അല്ലാഹു സ്വീകരിക്കില്ല. ഒമ്പതാമത്തെ വിഭാഗമായിട്ട് പറയുന്നത് മുബ്തദിആൻ, പുത്തൻവാദികളാൻ. എന്ത് ചോദിച്ചാലും അല്ല പറഞ്ഞോ റസൂല് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഒരു അമലും ചെയ്യുകയുമില്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുമില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ പെട്ടുപോകരുതേ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതിൽ സംശയം കൊണ്ടുവരുന്നവരെ നിങ്ങളുടെ അമലം അല്ലാഹു സ്വീകരിക്കില്ല. പത്താമത്തേത് ഏതെന്നറിയോ? മുശ്രിക്കാണ്, ശിർക്ക് ചെയ്യുന്നവരാണ്. അവരുടെ അമലും അല്ലാഹു സ്വീകരിക്കില്ല. നമ്മൾ നന്മയുള്ളവരായി മാറണം, നമ്മൾ സ്വതക്ക ചെയ്യുന്നവരായി മാറണം, മറ്റുള്ളവരോട് സ്നേഹമുള്ളവരായി മാറണം, നല്ലതുപോലെ ദുആ രക്കുന്നവരായി മാറണം, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായി മാറണം.
എന്നാൽ പരിശുദ്ധമായ എല്ലാവരോടും സ്നേഹവും ഇഷ്ടമുള്ളവരായി മാറണം. മനസ്സിലൊരു കുശുമ്പും കുഞ്ഞായ്മയില്ല. റജബുൽ തത്ഹീരിൽ ബദൻ, ശഅബാൻ തത്ഹീരിൽ ഖൽബ്. ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ചിട്ട് എല്ലാവിധ ന്യൂനതകളും കഴുകിക്കളഞ്ഞിട്ട് വരുന്ന പരിശുദ്ധമായ ബറാഅത്തിന്റെ രാവിനെ പകലിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണേ. ഈ പറഞ്ഞ 10 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലാണ് നമ്മൾ പെട്ടിട്ടുള്ളതെങ്കിൽ ഇന്ന് തന്നെ ആ സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണേ. എന്നാൽ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ പരിശുദ്ധമായ ബറാഅത്ത് രാവ് കിട്ടാത്ത 10 വിഭാഗത്തെ പറഞ്ഞു. ഇനി ബറാഅത്ത് രാവിന്റെ പുണ്യം മുഴുവനും കിട്ടുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ 10 ഉണ്ടല്ലോ, ഇതിന് നേരെ വിപരീതം. അതായത് കള്ളു കുടിക്കാത്തവർ, കുടുംബബന്ധം ചേർക്കുന്നവർ, അല്ലെ, മറ്റുള്ളവരെ കുറ്റം കുറവും പറയാത്തവർ, സിഹർ ചെയ്യാത്തവർ. അപ്പോൾ ഇതിന് നേരെ എതിരാണെങ്കിൽ നമുക്ക് ബറാഅത്ത് കിട്ടി. കൂട്ടത്തിൽ ബറാഅത്ത് രാവെന്നല്ല, ബറാഅത്ത് ഒഴിവാകുന്ന രാവ്. എന്തിനെ തൊട്ട് ഒഴിവാകും? അള്ളാഹുവിൻ്റെ ശിക്ഷ, അള്ളാഹുവിൻ്റെ അദാബ്, അള്ളാഹുവിൻ്റെ കോപം, അള്ളാഹുവിൻ്റെ നരകം. ആ നരകത്തെ തൊട്ടുള്ള കാവൽ കിട്ടണം ബറാഅത്ത് രാവിൽ. അതുപോലെ തന്നെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം കിട്ടണം. ഒരു ദുആ ഞാൻ പഠിപ്പിച്ചു തരട്ടെ. അത് ഇന്നു മുതലേ തുടങ്ങിക്കോ. ഇന്നു മുതലേ തുടങ്ങിയിട്ട് ബറാഅത്തിൻ്റെ പുണ്യമായ രാവിലും നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ്. ഏതാണ് ആ ദുആ എന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിൻ സഖതിക വന്നാർ. ബറാഅത്ത് രാവിൻ്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഈ ദുആഇൻ്റെ ബർക്കത്ത് കൊണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പുണ്യമായ ബറാഅത്തിൻ്റെ രാവ് വരുന്നു, പിന്നീട് പകൽ വരുന്നു. അപ്പോൾ ആ രാവിലും പകലിലും നമ്മൾ ചോദിക്കേണ്ട, ബറാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മോചനം. എന്തിൽ നിന്നും ഏറ്റവും കൂടുതൽ മോചനം വേണ്ടത്? അള്ളാഹുവിൻ്റെ അദാബും അള്ളാഹുവിൻ്റെ കോപവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന നരകത്തെ തൊട്ടാണ്. ആ നരകത്തിൽ നിന്നും മോചനം കിട്ടി സ്വർഗത്തിൽ കടക്കണം. അതിന് ഈ ദുആ പതിവാക്കണം. അല്ലാഹുവേ ഇന്നി നിശ്ചയമായി ഞാൻ അസ്അലുക നിന്നോട് ചോദിക്കുന്നു, അൽ ജന്ന സ്വർഗത്തെ ചോദിക്കുന്നു, വ അഊദു ബിക നിന്നോട് ഞാൻ കാവൽ ചോദിക്കുകയാണ്, മിൻ സഖതിക വന്നാർ അല്ലാഹുവേ നരകം, ആ നരകത്തിന്റെ അദാബ്, ആ നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകൾ, അതിന്റെ വലിയ ഭീകരത, അതിനെ തൊട്ടെല്ലാം കാവൽ തരണേ അല്ലാഹ്. ഇതാണ് ദുആ. എന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിൻ സഖതിക വന്നാർ. ഒന്നുകൂടി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിൻ സഖതിക വന്നാർ. ഈ ദുആ പതിവാക്കോ ഇൻഷാ അല്ലാഹ്. എല്ലാ നിസ്കാരത്തിന് ശേഷവും നമുക്ക് ഓതാം, അതല്ലാത്ത സമയത്തും ഓതാം. ഇത് ഹദ്ദാദിന് ശേഷം നമ്മൾ പതിവാക്കുന്ന ഒരു പുണ്യമായൊരു ദുആയാണ്. ഒരുപാട് നേട്ടങ്ങളുള്ള ദുആയാണ്. നരകമോചനം കിട്ടി, അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ടുള്ള കാവൽ കിട്ടി. ഈ പറഞ്ഞ 10 വിഭാഗത്തിൽ പെടാതെ അള്ളാഹുവിൻ്റെ ബറാഅത്തിൻ്റെ രാവിൻ്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ റോഗങ്ങൾക്ക് ശിഫാ തരണേ റഹ്മാനെ. ഞങ്ങളെ പെടുത്തിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇറക്കിയിരുന്നു. നമ്മൾ നിയ്യത്ത് വെക്കുന്നത് മുതൽ സലാം വീട്ടുന്നത് വരെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ നേരിട്ട് പ്രാക്ടിക്കലായി കാണിച്ചു തരുന്ന, ഓരോ അവസരത്തിലും നമ്മൾ പറയുന്ന ദിക്റുകൾ, അതുപോലെ തസ്ബീഹുകൾ, ദുആകൾ, സ്വലാത്തുകൾ, അതിൻ്റെ അർത്ഥസഹിതം നമ്മൾ വിശദീകരിക്കുന്ന, നിസ്കാരത്തിൻ്റെ എല്ലാ ഷർത്തും ഫർളുമൊക്കെ വിശദീകരിച്ചു പറയുന്ന ഒരു നിസ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇറക്കിയിരുന്നു. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ടാകും, ഉസ്താദെ നിസ്കാരം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പണ്ട് മുതലേ നിസ്കരിക്കുന്നതാണ്, അതിന് പ്രത്യേകിച്ച് വീഡിയോ എന്ന് ഇറക്കി ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ടാകും. ഞാൻ പറയട്ടെ, നിസ്കാരം അറിയുന്നവർക്കും അറിയാത്തവർക്കും ആ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന പറയുന്ന ഓരോ ദിക്റിൻ്റെയും തസ്ബീഹിൻ്റെയും അർത്ഥം,
അർത്ഥം നമുക്ക് പലപ്പോഴും അറിയുണ്ടാവില്ല അല്ലേ? അത്തഹിയാത്തിൻ്റെ അർത്ഥം, വജ്ജഹത്തുൻ്റെ അർത്ഥം, മുഴുവൻ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൻ്റെയും അർത്ഥസഹിതമുള്ള വീഡിയോ നമ്മളിതാ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. നേരെ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നേരെ വീഡിയോയിലേക്ക് പോവുക, വീഡിയോ കാണുക. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ.